ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മക്കള് പേടിച്ചു പോയോ? പേടിക്കണ്ട കേട്ടോ. സംഭവിച്ചത് എന്താണെന്ന് സച്ചിക്ക് വല്ല നിശ്ചയമുണ്ടോ? ICUവിന് പുറത്ത് അവന്റെ ബന്ധുക്കളുണ്ടായിരുന്നു. അവരെയെല്ലാം മറികടന്ന് അതിനകത്ത് കയറി ഇതുവരെ നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നത് സത്യമാണ്. പക്ഷേ ഇനി സാധിക്കും. എനിക്കിപ്പോ ആ വിശ്വാസം ഇല്ല. ചെയ്ത് കാണിച്ചിട്ട് മൂർത്തി എന്റെ മുമ്പിൽ വന്ന് നിക്ക്, അപ്പൊ ഞാൻ വിശ്വസിക്കാം. അല്ലാതെ ഇനി ഞാൻ വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞില്ല മാഡം, അവന്റെ കാര്യം തീർക്കാൻ നമുക്കിനി സമയമുണ്ട്. മതി തന്റെ ഉപദേശം. ഏൽപ്പിച്ച ജോലി ചെയ്തു തീർക്കാതെ എന്റെ മുന്നിൽ വന്ന് എന്നെ ഉപദേശിക്കാൻ നോക്ക. പൊയ്ക്കോ, എനിക്ക് ആരും കാണണ്ട. പിന്നെ കോടതിയിലെ കാര്യം, ഇനി അവന്തിക നേരിട്ടിറങ്ങ. ഈ കേസിൽ ഗോകുൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവില്ല എന്ന് തീരുമാനിച്ചത് ഞാനാ. ആ തള്ളയ്ക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്കൊരു പാട്ട് പാടിത്തരൂ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇസബൽ. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്നെനിക്കറിയില്ല. മുമ്പൊക്കെ ഞാൻ എവിടെയെങ്കിലും നിടറുമ്പോൾ, ഒരു സംശയം തോന്നുമ്പോൾ വഴി കാട്ടാൻ നീ ഉണ്ടായിരുന്നു. എൻ്റെ ശരിയും തെറ്റും നീയല്ലേ തീരുമാനിച്ചിരുന്നത്. നീയില്ലാത്ത ഈ ലോകത്ത് ഞാൻ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു. സമൃദ്ധ, അവൾ എന്നെ എത്രത്തോളം വിശ്വസിക്കുന്നുവെന്ന് കാണുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുക. എനിക്ക് തെറ്റുപറ്റുന്നുണ്ടോ ഇസബൽ?
പണ്ട് എവിടെയെങ്കിലും ഒരു പ്രതിസന്ധിയിൽ മറുപടി പറയാൻ പറ്റാതെ നിൽക്കുമ്പോൾ നീ ചെയ്യുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഇപ്പോൾ നീ ഇല്ലാതെ ഞാനതൊന്ന് വീണ്ടും പരീക്ഷിക്കാം. നീ എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഞാൻ കൈവിടുകയില്ല. നീ എന്നെ കൈവിടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിത് അവളോട് ചെയ്യുന്നത് നീതിയാണ്. ദൈവമേ, സച്ചി, സച്ചി, എന്തുട്ടി അമ്മയോടെ? അവരിതാ ഇവിടെ തന്നെ ഉണ്ടല്ലോ. മക്കള് പേടിച്ചു പോയോ? പേടിക്കണ്ട കേട്ടോ. സംഭവിച്ചത് എന്താണെന്ന് സച്ചിക്ക് വല്ല നിശ്ചയമുണ്ടോ? ഇത് നിങ്ങളുടെ രണ്ടാം ജന്മമാണ്. അല്ല, ശരിക്കും എന്താ സംഭവിച്ചത്? അമ്മ പഴങ്കഞ്ഞി വിളമ്പി തന്നത് ഓർമ്മയുണ്ട്. പിന്നെ വഴിയില് നമ്മുടെ പഴങ്കഞ്ഞിക്കടയിൽ ആരോ വിഷം കലർത്തി. അമ്മ, അമ്മ എവിടെ? എന്നാ പിന്നെ എല്ലാം കൂടി അടച്ചു പൂട്ടി നമുക്കങ്ങ് പോയാലോ? ആശുപത്രിയിലേക്കല്ല, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്. അമ്മ ഇപ്പോ റിമാൻഡില്ല.